ഹായ് ഹലോ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഫേസ് പാക്കാണ്. നമ്മൾ സാധാരണയായിട്ട് അരിപ്പൊടിയൊക്കെ യൂസ് ചെയ്തിട്ട് ഒരുപാട് ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. നല്ല റിസൾട്ട് തന്നെ കിട്ടാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ അരി ഉപയോഗിച്ചിട്ട് തന്നെയാണ്, പക്ഷേ നവരരി ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത്. നല്ല അടിപൊളി റിസൾട്ട് കിട്ടാൻ സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണിത്. യൂസ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കും കൂടിയാണ്. അത്രയ്ക്ക് നല്ലതാണ് നവരരി. നവരരി നമ്മൾ കഴിക്കുന്നതും നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്താലും നല്ല മാറ്റങ്ങൾ തന്നെ ഉണ്ടാവും. മെയിനായിട്ടും മുഖം നിറം വയ്ക്കാനും മുഖത്തുള്ള ആ ഒരു ഡൾനെസ് മാറിക്കിട്ടാൻ, കരുവാളിപ്പ് മാറിക്കിട്ടാൻ, പാടുകൾ മാറിക്കിട്ടാൻ, ചിലരുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന എന്ത് തരം മുറിവിൻ്റെയോ അല്ലെങ്കിൽ മുഖക്കുരുവിൻ്റെയോ ഒക്കെ പാടുകളൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്താൽ മതി. അപ്പം നിറം വയ്ക്കാനൊക്കെ നല്ലൊരു മാർഗ്ഗം അന്വേഷിച്ച് നടക്കുന്നവർക്കുള്ള ഒരു ഫേസ് പാക്കാണിത്. അപ്പം നമുക്ക് ലേറ്റ് ആക്കാതെ വേഗം വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കുറച്ച് നവരരിയാണ്. നവരരി നമുക്ക് സൂപ്പർ മാർക്കറ്റിലും ആയുർവേദ കടകളിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഓൺലൈനായിട്ടും വാങ്ങിക്കാൻ കിട്ടും. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു നവരരി യൂസ് ചെയ്താൽ നമ്മുടെ സ്കിന്നിന് നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് ബ്രൈറ്റ്നസ് കിട്ടും. നിറം വയ്ക്കാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതിൽ ഏറ്റവും നല്ലതാണ് നവരരി. ഇനി നമുക്ക് ഈ നവരരി പൊടിച്ചെടുക്കണം. അപ്പോൾ മിക്സിയിലാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് പൊടിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് വറുത്തിട്ടോ അല്ലെങ്കിൽ വെയിലത്ത് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടോ പൊടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിവിടെ ഇതിങ്ങനെ തന്നെ മിക്സിയിൽ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കുറഞ്ഞ അളവിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പൊടിച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് എപ്പോഴും കുറച്ച് കൂടുതൽ അളവിൽ നിങ്ങൾ പൊടിച്ചെടുത്താൽ മതി. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് ഫേസ് പാക്ക് ആക്കിയിട്ട് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാല് പറ്റുന്നവർക്ക് അത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ കഞ്ഞിവെള്ളം ചേർത്തിട്ടും ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്ന പാലിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പൊടിയേക്കാളും കുറച്ചും കൂടി കൂടുതലായിരിക്കണം. അതായത് നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ അത് കട്ടി ഉണ്ടാവരുത്, ഒന്ന് ലൂസായിട്ട് വരണം. കുറച്ചൊരു വെള്ളത്തിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം. അപ്പം ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കുമ്പോൾ കുറഞ്ഞ തീയിൽ മാത്രം നിങ്ങൾ ചെയ്യുക. ഇത് പെട്ടെന്ന് തന്നെ കട്ടയായിപ്പോവും. അപ്പോൾ ചൂട് തട്ടുന്ന സമയത്ത് ഇത് കട്ടയാവാൻ തുടങ്ങും. അപ്പോഴൊക്കെ നിങ്ങൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. എല്ലാ ഭാഗവും നന്നായിട്ട് കുക്കായ ശേഷമാണ് നമ്മൾ ഈ ഒരു പാക്ക് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇടവിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ നിങ്ങൾ തീ ഓഫാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇളക്കാനൊക്കെ നന്നായിട്ട് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്, കുറച്ച് കൂടുതൽ കട്ടയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പാലോ അല്ലെങ്കിൽ കുറച്ച് വെള്ളമോ ചേർത്തിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കാം. ഇപ്പം ഞാൻ ഉണ്ടാക്കിയ സമയത്തും എനിക്ക് കുറച്ചൊന്ന് കൂടുതൽ കട്ടയായ പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പാലും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. അതിനുശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പാക്കിലേക്ക് കുറച്ച് ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ചെറുനാരങ്ങ സ്കിന്നിൽ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ അവരിത് യൂസ് ചെയ്യേണ്ട. ഇതിൽ വൈറ്റമിൻ സി കൂടുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിന്ന് നിറം വയ്ക്കാൻ, പാടുകൾ മാറാൻ, സ്കിന്ന് നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാൻ, പിന്നെ ഓയിലി സ്കിന്നുള്ളവർക്ക് അവരുടെ മുഖക്കുരു കുറയ്ക്കാൻ, ഓയിൽ കൺട്രോൾ ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേനാണ്. അപ്പോൾ ചെറുനാരങ്ങ ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ തേൻ നിങ്ങൾ നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കാൻ നോക്കുക. അതില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് കുറച്ചൊന്ന് ഡ്രൈ ആവുന്ന പോലെ തോന്നും. തേന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു സ്കിൻ ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. അത് നിങ്ങളുടെ സ്കിന്നിന് ചേരുന്നതായിരിക്കണം, പിമ്പിൾസ് ഉണ്ടാക്കാത്തതായിരിക്കണം. അങ്ങനെയുള്ള ഏത് ഓയിലും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ തേനാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. തേനിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ഇത് നമ്മുടെ സ്കിന്ന് നിറം വയ്ക്കാൻ, പാടുകൾ മാറിക്കിട്ടാൻ, അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പാക്ക് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ സ്കിന്നിൽ ഡ്രൈനെസ് മാറിക്കിട്ടാനൊക്കെ സഹായിക്കും. സ്കിന്ന് നല്ലപോലെ മോയ്സ്ചർ ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ ഒരു സ്പൂൺ തേനും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. എല്ലാ പാക്കും യൂസ് ചെയ്യുന്ന പോലെ തന്നെ രാത്രിയാണ് യൂസ് ചെയ്യുന്നത് നല്ലത്. പകൽ സമയത്ത് ഉപയോഗിച്ചിട്ട് പിന്നെ വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ഒന്നും കൂടെ ഡള്ളാവും. അപ്പോൾ രാത്രി തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. ആദ്യം ഇത് ഉപയോഗിക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് മുഖമൊക്കെ നിങ്ങൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. പിന്നെ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതും നല്ലത് തന്നെയാണ്. അപ്പോൾ ഞാനിതിവിടെ കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാം. അത് ഞാൻ കൈ നല്ലപോലെ വാഷ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മുഖത്തൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് പതുക്കെ മാത്രം മസാജ് ചെയ്ത് കൊടുത്താൽ മതി. അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ തരിതരിപ്പുള്ളതുകൊണ്ട് നമ്മുടെ സ്കിന്നിൽ ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഉണ്ടാവും. അപ്പോൾ പതുക്കെ മാത്രം നിങ്ങളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒന്ന് ജസ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 20 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. അതിന് മുന്നേ ആയിട്ട് സ്കിന്ന് ഡ്രൈ ആവുന്ന പോലെ നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ആയിട്ട് തന്നെ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പാക്ക് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിതിവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വാഷ് ചെയ്തിട്ട് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ വാഷ് ചെയ്ത് വന്നപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ടാണിത്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഒരൊറ്റ യൂസ് തന്നെ നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് ബ്രൈറ്റ്നസ് തരാൻ സഹായിക്കുന്ന ഒരു പാക്കാണിത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്